ലോകായുക്ത നിയമ ഭേദഗതി ഹൈക്കോടതി ശരിവച്ചു. നിയമ ഭേദഗതിക്കെതിരെ രമേശ് ചെന്നിത്തല അടക്കം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ലോകായുക്തയുടെ കണ്ടെത്തൽ നിരസിക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും ഭരണഘടനയ്ക്കനുസൃതമാണ് ഭേദഗതിയെന്നും കോടതി നിരീക്ഷിച്ചു. ഗോപിക അരവിന്ദ് കൂടുതൽ വിവരങ്ങളുമായി. ഗോപിക, സർക്കാരിന് നേട്ടവും പ്രതിപക്ഷത്തിന് തിരിച്ചടിയുമാണോ ഈ സമയത്ത് ഈ വിധി? അതെ, തീർച്ചയായും നിഷാദ്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ലോകായുക്ത ഈ നിയമ ഭേദഗതി ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഭരണഘടന അനുസൃതമല്ലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഭേദഗതി എന്നായിരുന്നു ഈ ഹർജിക്കാരുടെ ആവശ്യം. പ്രതിപക്ഷം രമേശ് ചെന്നിത്തല അടക്കം അദ്ദേഹത്തിന്റെ അടക്കം നിരവധി ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. നീണ്ട കാലത്തെ ഒരു വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ വിധി പ്രകാരം ഇപ്പോൾ ഈ ലോകായുക്ത നിയമ ഭേദഗതി ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ശുപാർശകളിൽ ചില മാറ്റങ്ങൾ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ലോകായുക്ത നൽകുന്ന ശുപാർശകളിൽ നിയമസഭ 3 മാസത്തിനകം തീരുമാനമെടുത്തില്ലെങ്കിൽ ഈ ശുപാർശ അംഗീകരിച്ചതായി കണക്കാക്കുമെന്നും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ 2022 ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മന്ത്രിസഭ ഒരു ഭേദഗതി കൊണ്ടുവരുന്നത്. ഇതിൽ പ്രകാരം ഈ മുഖ്യമന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം വന്നാൽ അത് സഭയ്ക്കും, അതുപോലെ തന്നെ മന്ത്രിമാർക്കെതിരെ ഒരു ആരോപണം വന്നാൽ മുഖ്യമന്ത്രിക്കും, MLA മാർക്കെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ സ്പീക്കർക്കും അതിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാം എന്നതായിരുന്നു ഈ നിയമന ഭേദഗതി. ഇത് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ലോകായുക്ത ഇത്തരത്തിലുള്ള കുറ്റം കണ്ടെത്തിയാൽ ഇതിൽ 3 മാസത്തിനകം നിയമസഭ തീരുമാനമെടുക്കണം. അതായത് സർക്കാരിൽ ഇതിൽ ഒരു മെല്ലെപ്പോക്ക് സാധ്യമല്ല. ഉടൻ തന്നെ ഒരു തീരുമാനം കണ്ടെത്തണം. എന്നാൽ ഇത് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ടെന്നുള്ളത് ഹൈക്കോടതി ശരിവെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഹർജിക്കാർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മുൻപ് തന്നെ ഉയർന്നു വന്നിരുന്നു. അതായത് ലോകായുക്തയുടെ തീരുമാനങ്ങൾക്ക് അധികാരങ്ങൾ പരിധി കുറയ്ക്കുകയാണെന്നും അതുമായി ബന്ധപ്പെട്ട ഒരു സർക്കാരിനെതിരെ വരുന്ന അഴിമതി ആരോപണങ്ങൾ അവർക്ക് തന്നെ തീരുമാനം എടുക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഈ നിയമ ഭേദഗതിയിലൂടെ എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ശരി, ലോകായുക്ത നിയമ ഭേദഗതി ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല അടക്കമുള്ള ഹർജികൾ കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു.